ഇൻട്രസ്റ്റിംഗ് റൈഡാണ്. റിയലി അഡ്വഞ്ചറസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഇരിക്കുകയാണ് ഏറ്റവും അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യം അല്ലേ. ഹലോ നമസ്കാരം, ഞാൻ ഷാബിൻ ജില്ലക്കാടൻ. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ തേക്കടി ട്രിപ്പിന്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ തേക്കടിയിലെ ക്രൗൺ വാലി റിസോർട്ടിൽ എത്തുന്നവരെയുള്ള കാഴ്ച പറ്റുവാണെങ്കിൽ നമ്മൾ ക്രൗൺ വാലി റിസോർട്ടും മറ്റു കുറച്ച് കാര്യമെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ക്രൗൺ വാലി റിസോർട്ടിൽ നമ്മൾ വന്നപ്പോൾ അത്യാവശ്യം നല്ല സ്വീകരണം കാര്യമൊക്കെ ആയിരുന്നു. അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റുകയുണ്ട്, ഇതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. നല്ലൊരു ലോബിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സെറ്റ് ആക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സ് എല്ലാം ഒരു സൈഡിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന കുറച്ച് ടൂറിസ്റ്റുകളെല്ലാം നമ്മൾക്കിപ്പോൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ കുറച്ച് വെയിറ്റിംഗ് ഉണ്ട് കേട്ടോ. നമ്മൾ ഏകദേശം ഒരു 20 മിനിറ്റ് ഇരുന്നതിന് ശേഷമാണ് നമ്മുടെ കീ നമുക്ക് കിട്ടിയത്. കുട്ടിക്കുരങ്ങന്മാരെല്ലാം കറങ്ങി നടക്കുന്നതും മനോഹരമായ ലാൻഡ്സ്കേപ്പ് ചെയ്ത ഒരു പാർക്കാണ്. നല്ല കാടിന്റെ ഒരു വന്യതയെല്ലാം ഇവിടെ നിൽക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അതിന്റെ ഫ്രണ്ടിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിംഗിലെ ബേസ്മെന്റിലെ 2 റൂമാണ് നമുക്കായിട്ട് ഒരു പ്രൊവൈഡ് ചെയ്തത്. നല്ല ലക്ഷറീസ് ഉള്ള റൂം തന്നെയാണ്. നീറ്റ് ആൻഡ് ക്ലീൻ ബാത്റൂം ഒക്കെ ആയിരുന്നു. നല്ല സ്പേഷ്യസ് ആണ്. അടിപൊളി ഒരു വൈബ് തന്നെയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. നമ്മുടെ ലഗേജ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. അതിനുശേഷം നേരെ ഞങ്ങൾ പോയത് ഇവിടുത്തെ റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റിലാണ്. നല്ല ഒരു വ്യൂ പോയിന്റ് എന്ന് തന്നെ ഇവിടുത്തെ റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റ് പറയണം. മനോഹരമായ മലനിരകളൊക്കെയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നല്ല മ്യൂസിക് എല്ലാം ആയിട്ട് ഇവരൊരു സ്പെഷ്യൽ വൈബ് എല്ലാം ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 1 മണിയായിട്ടേ ഉള്ളൂ. ആൾക്കാരെല്ലാം ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് കൂടുതൽ തിരക്കൊന്നുമില്ല. ഇവിടുത്തെ മെനുവിലാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ കൂടുതൽ റിസ്ക് ഒന്നും എടുത്തില്ല. ആദ്യം ഓർഡർ ചെയ്തത് സ്റ്റാർട്ടറായിട്ട് നമ്മൾ ചിക്കൻ 65 ആയിരുന്നു. അത് കൂടുതൽ താമസിക്കാതെ തന്നെ അവർ കൊണ്ടുവന്നു. അത്യാവശ്യം നല്ല ഒരു രുചിയുള്ള ചിക്കൻ 65 തന്നെയായിരുന്നു. സോസൊക്കെ കൂട്ടത്തി ഉണ്ടായിരുന്നു. അത് കൂട്ടി കഴിച്ചപ്പോൾ നല്ല ഒരു രുചി തന്നെയായിരുന്നു. പിന്നെ നമ്മുടെ മെയിൻ കോഴ്സ് എത്തി. അത് വേറൊന്നുമല്ല, ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ബിരിയാണിയുടെ ഫ്ലേവറും അതുപോലെ ലുക്ക് വൈസ് അടിപൊളി ഒരു ബിരിയാണി തന്നെയായിരുന്നു. ചെറിയ നമ്മുടെ കൈമ റൈസിലും ഉണ്ടാക്കിയ ഒരു ബിരിയാണി തന്നെയായിരുന്നു. പക്ഷേ ഒരു പ്രോബ്ലം പറ്റി. നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചിക്കൻ്റെ 3-4 പീസൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ മസാലയ്ക്ക് നല്ല ഫ്ലേവർ ഉണ്ട്. പക്ഷേ നമ്മുടെ റൈസ് അണ്ടർ കുക്ക്ഡ് ആയിരുന്നു. കുറച്ചുകൂടി അത് കുക്ക് ചെയ്തിരുന്നുവെങ്കിൽ നല്ല ഒരു രുചി തന്നെ ആയിരുന്നു. അത് നമ്മളൊരു കംപ്ലൈൻ്റ് ആയിട്ട് ഇവിടെ പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ ബിരിയാണി എല്ലാം കഴിച്ചിങ്ങനെ വരുന്ന വഴിയാണ് ഇവിടുത്തെ ജിംനേഷ്യം കണ്ടത്. അത്യാവശ്യം നല്ല ഒരു ജിംനേഷ്യം തന്നെ അവരിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഡോർ ഗെയിംസിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഹാളുണ്ട്. അവിടെ നമുക്ക് ടേബിൾ ഫുട്ബോൾ, ചെസ്, ക്യാരംസ് അങ്ങനെ പല ഗെയിംസും കളിക്കാവുന്നതാണ്. ടേബിൾ ടെന്നീസും ഉണ്ട്. ഞങ്ങൾ റൂം എടുത്തപ്പോൾ പ്രത്യേകം ടേബിൾ ടെന്നീസ് ഉണ്ടോ എന്ന് നോക്കിയത്. നമ്മുടെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ് ഈ ടേബിൾ ടെന്നീസ്. ഇപ്പോൾ റൂമിൽ പോയി ഡ്രസ്സെല്ലാം മാറിയതിന് ശേഷം ഞങ്ങൾ വന്ന് കുറേ നേരം ടേബിൾ ടെന്നീസ് എല്ലാം കളിച്ചു. കുമളി ടൗണിലെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയാണ് നമ്മൾ രാത്രി ഫുഡ് കഴിച്ചത്. അടിപൊളി കിട്ടിലും ഫുഡൊക്കെ ആയിരുന്നെങ്കിലും അവിടെ തിരക്ക് കാരണം നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും ക്രൗൺ വാലി റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. റിസപ്ഷനിൽ നാളെ പോകാനുള്ള സ്ഥലങ്ങളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് ചോദിച്ച് മനസ്സിലാക്കിയത്. അതിനുശേഷം നമ്മൾ ക്രൗൺ വാലിയുടെ രാത്രി കാഴ്ചകളിലേക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. ഇവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ ഒന്ന് കാണണം. എന്തായാലും സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി കുളിക്കുന്ന കാര്യമൊന്നും നടക്കത്തില്ല. നല്ല തണുപ്പാണ്. വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മരവിച്ചു പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ക്രൗൺ വാലി റിസോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇങ്ങനെ വാലിയിലേക്ക് ഇറക്കി ഇങ്ങനെ കിട്ടിയിരിക്കണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. അപ്പോൾ ഭയങ്കര രസമാണ്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ സ്ഥലങ്ങളിലും ചെറിയ ലാൻഡ്സ്കേപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ വെച്ചിരിക്കുന്നതും രാത്രിയിൽ ഈ ലൈറ്റ്സ് കഴിച്ച് ഭയങ്കര ഭംഗിയാണ് ഇത് കാണാനായിട്ട്. കുറച്ച് നേരം കറങ്ങി നടന്ന് അവസാനം സ്വിമ്മിംഗ് പൂളെല്ലാം കണ്ട ശേഷം ഞങ്ങൾ പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. രാവിലെ ഒരു 6:30 ആയി എണീറ്റപ്പോൾ പുറത്തോട്ട് നോക്കിയപ്പോൾ ഭയങ്കര മഴയൊക്കെ പെയ്ത് കാറെല്ലാം ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ അത് റെഡിയായി നമ്മൾ നേരെ റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റിൽ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ആൾക്കാരെല്ലാം ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഫ്രൂട്ട്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റവ കൊണ്ടുള്ളൊരു ഐറ്റം കണ്ടോ, എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പേര് എഴുതി വെച്ചിട്ടില്ല. ഉപ്പുമാവുമായിട്ട് യാതൊരു ബന്ധവുമില്ല.
പിന്നെ ഇഡ്ഡലി ആണെങ്കിലും ദോശയാണെങ്കിലും തന്നെ അതിൻ്റെ ടെക്സ്ചറൊക്കെ വേറൊരു സ്റ്റൈലാണ്. നമ്മുടെ നാടൻ ദോശ ഇഡ്ഡലിയായിട്ടൊന്നും യാതൊരു ബന്ധവും കാണുന്നില്ല. പിന്നെ സാമ്പാറുണ്ട് അതിനോട് കഴിക്കാനായിട്ട്. പിന്നെ നമ്മുടെ വെള്ള ചട്നി, ചുവന്ന ചട്നിയുണ്ട്, പിന്നെ നമ്മുടെ പൂരിയുണ്ട്. പൂരിയൊക്കെ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ബാജിയുണ്ട്. പിന്നെ ഈ തട്ടുദോശ കണക്കത്തെ ഒരു ഐറ്റം അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു സംഭവം കണ്ടു കേട്ടോ, ചിക്കൻ കറിയാണ്. ചിക്കൻ കറിയിൽ ഇത്രയും വെള്ളത്തോടു കൂടി ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ഭയങ്കര ലൂസ് സംഭവം. അത് ടേസ്റ്റ് നോക്കിയാൽ ഭയങ്കര സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ഓംലെറ്റ് ഉണ്ട്, അതുപോലെ കോഫി ഉണ്ട്, ടീ ഉണ്ട്, അതുപോലെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട സംഭവങ്ങളെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാത്തൊന്നും കുറേശ്ശെ ഞാൻ എടുത്തു. നമ്മുടെ ഈ ദോശ ഇഡ്ഡലിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. അതിൽ മൈദ ചേർത്തിട്ടുണ്ടെന്നാണ് എനിക്കത് കഴിച്ചു നോക്കി മനസ്സിലായത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ് എല്ലാത്തിനും ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മളിവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് കുമളിയിലേക്കാണ്. നമ്മൾ ഈ കാണുന്ന ജംഗ്ഷനിൽ നമ്മൾ ലെഫ്റ്റ് ടേൺ ചെയ്ത് പോവുകയാണ്. റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ വന്ന വഴിയാണ്. നമ്മൾ വർക്കലയിൽ നിന്ന് കുമളിയിലേക്ക് എത്തിയത് ആ റോഡ് വഴിയാണ്. ഇവിടെ നമുക്കൊരു സ്റ്റാച്യു കാണാം. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഹോട്ടൽ സാന്ദ്ര പാലസ് കാണാൻ പറ്റും. ഇവിടെ നിന്നാണ് നമ്മൾ ഇന്നലെ നൈറ്റ് ഫുഡ് കഴിച്ചത്. ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. കിടിലം എന്ന് പറഞ്ഞാൽ കിടിലം കേട്ടോ. ആര് വന്നാലും ഇവിടെ നിന്ന് വന്ന് ഫുഡൊന്ന് കഴിച്ചു നോക്കണം. സൂപ്പർ ഐറ്റംസ് ആയിരുന്നു. എല്ലാം തന്നെ അടിപൊളിയായിട്ട്. വീഡിയോ എടുക്കാത്തതിൻ്റെ നഷ്ടബോധം ഇപ്പോഴും ഇങ്ങനെ മനസ്സിൽ കിടപ്പുണ്ട്. ലബ്രകണ്ടം ആനവച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു എലിഫന്റ് പാർക്കാണ്. മാത്രമല്ല ഈവനിങ്ങിന് പലതരത്തിലുള്ള കലാരൂപങ്ങൾ, മാജിക് ഷോ, അതുപോലെ ഇവിടെ ഒരു 12D തിയേറ്റർ ഉണ്ട്. പിന്നെ ആന സവാരി, ഓഫ് റോഡിങ്, അങ്ങനെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ ഈ കാണുന്ന ടിക്കറ്റ് കൗണ്ടറിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തെല്ലാം ആക്ടിവിറ്റീസ് ഉണ്ടെന്നുള്ളതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് അവർ പറഞ്ഞു തരും. അതുപോലെ തന്നെ അതിനനുസരിച്ച് ടിക്കറ്റ് എടുത്താൽ നമുക്ക് ആ ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടാവുന്നതാണ്. പിന്നെ ഇവിടെ തുടക്കത്തിൽ തന്നെ ഒരു ചോക്ലേറ്റ് ഫാക്ടറിയാണ് നമ്മൾ കണ്ടത്. അപ്പം നേരെ നമ്മൾ അതിനകത്തോട്ട് കയറി വ്യത്യസ്തമായ കുറേ ചോക്ലേറ്റ്സ് എല്ലാം ഇവിടെ ഒരു സൈഡിൽ ഉണ്ടാക്കുന്നുണ്ട്, വേറെ സൈഡിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമനുസരിച്ച് ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. ഈ ചോക്ലേറ്റ് ഫാക്ടറിയുടെ തൊട്ട് മുന്നിലായിട്ട് തന്നെയാണ് ആന സവാരി നടത്താനായിട്ട് ആനപ്പുറത്ത് ചേർന്ന പ്ലാറ്റ്ഫോം എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ പിന്നിട്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുന്നത് 12D സിനിമ കാണാനായിട്ടാണ്. ഇപ്പോൾ 12D തിയേറ്റർ ഇതാണ്. ഇതിനകത്ത് ക്യാമറയൊന്നും അലൗഡ് അല്ല. അപ്പോൾ സിനിമയൊക്കെ കണ്ട് തിരിച്ചു വന്ന് നമ്മൾ ആനപ്പുറത്ത് കയറാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 500. ഇവിടെ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. നമുക്ക് മുന്നേ ആന സവാരി നടത്തിയവർ ആനപ്പുറത്തിരുന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ്. അപ്പൊ നമ്മൾ 3 പേരും, ഞാനും വൈകിയ രോഹിത്തും കൂടെയാണ് ആനപ്പുറത്ത് കയറാൻ പോകുന്നത്. ഒരാൾക്ക് 500 രൂപയാണ് ആനപ്പുറത്ത് കയറുന്നതിന്. നമുക്ക് ആനയ്ക്കായിട്ട് ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. ഇവിടെ കുറച്ച് ആനകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. 3-4 ആനയൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. നമ്മൾ അതുവഴി കൊണ്ടുപോയി കറങ്ങി ഏകദേശം 1 കിലോമീറ്റർ കറങ്ങി ഇതുവഴി വരുമെന്നാണ് പറയുന്നത്. നമുക്കുള്ള എലിഫന്റ് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. വൈകിയാണ് നമ്മുടെ ഫ്രണ്ട് ഇരിക്കുന്നത്. ആ ഹുഡി ഒന്ന് മാറ്റിയാണ്. ഇതിങ്ങനെ സൈഡിൽ മൂവ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഈ അടുത്തിരിക്കുന്ന ട്രീസിലൊക്കെ ഇങ്ങനെ തട്ടാനുള്ള ഒരു ഫീലൊക്കെ വരും. ഇവിടെ സൈഡിൽ നമുക്ക് ഏലക്കാടുകളിലൂടെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏല എല്ലാം വളരെ വലിയ സൈസിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ നമ്മൾ കറങ്ങി കറങ്ങി അവസാനം തിരിച്ചിവിടെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഏലത്തോട്ടത്തിലൂടെയൊക്കെയുള്ള യാത്രയ്ക്ക് ശേഷം വളരെ ബമ്പി റൈഡായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് നന്നായിട്ട് ഹേർട്ട് ചെയ്യുന്നുണ്ട്. ഞാനൊരിക്കലും ഒരു ആന സഫാരി ഈ രീതിയിൽ റെക്കമെൻഡ് ചെയ്യത്തില്ല. എന്തായാലും ഇവിടം വരെ എത്തിയത് നന്നായിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ ആനയൊന്ന് തിരിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ടെൻഷനായി പോയി. എന്തായാലും നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നു.
നമ്മുടെ എലിഫന്റ് റൈഡിന്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ആദ്യം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കുറച്ച് മുന്നോട്ട് പോയപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഷേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലിരുന്ന് വ്ളോഗ് ചെയ്യാൻ ശരിക്കും പാടുതന്നെയായിരുന്നു. ഇടയ്ക്ക് നമ്മുടെ എലിഫന്റ് ഇങ്ങനെ തിരിഞ്ഞെല്ലാം നിൽക്കുന്നുണ്ടായിരുന്നല്ലേ, ഒരുപാട് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഈ പാപ്പം കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചത് ഇപ്പോൾ ഓടുമെന്ന്. ഇടയ്ക്ക് വെച്ചിട്ട് അതിനൊന്ന് പുള്ളിക്കാരൻ ഒന്ന് പേടിപ്പിച്ചല്ലേ, ആ സമയത്ത് ഭയങ്കരമായിട്ടൊന്ന് ഒത്തിരി ഒന്ന് റണ്ണായി അല്ലേ. ഞാൻ ശരിക്കും പേടിച്ച ഒരു സിറ്റുവേഷനാണ്. ആ സമയത്ത് വ്ളോഗ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനിലായിരുന്നു. ഞാൻ ഫോൺ എല്ലായിടത്തും മാറ്റി വെച്ച് എങ്ങനെയെങ്കിലും എൻ്റെ ഷോൾഡറിലേക്ക് പിടിച്ചിരിക്കുകയായിരുന്നു. എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെയായിരുന്നു? കാല് നന്നായിട്ട് 2 സൈഡിൽ നമുക്ക് ചവിട്ടാൻ പാടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. വൈകിട്ട് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നിനക്ക് ഇഷ്ടപ്പെട്ടല്ലേ? ഫ്രണ്ടിൽ ഇരുന്നിട്ട് ആനയുടെ ചെവിയിലേക്ക് ഇങ്ങനെ പിടിക്കുന്നുണ്ടായിരുന്നു. ഇൻട്രസ്റ്റിംഗ് റൈഡാണ്. റിയലി അഡ്വഞ്ചറസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകളിൽ ഇരിക്കുകയാണ് ഏറ്റവും അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യം അല്ലേ. ഹോൾഡ് ചെയ്ത് ഇത്രയും നേരം ഇരിക്കുക. ബാക്കിൽ ഇരിക്കുന്നവർക്ക് ഏറ്റവും ഭയങ്കര പ്രോബ്ലം. കാര്യം എന്ന് പറഞ്ഞാൽ ഹോൾഡ് ചെയ്യാനായിട്ട് ബാക്കിലൊരു നമ്മുടെ ഒരു സപ്പോർട്ട് ഒരു ഇത് മാത്രമേ ഉള്ളൂ. അതിൽ പിടിച്ചിരിക്കുക, അല്ലെങ്കിൽ മുമ്പിൽ ഇരിക്കുന്ന ആളിനെ പിടിച്ചിരിക്കുക. അതൊക്കെ ഒത്തിരി സ്ട്രഗ്ലിംഗ് തന്നെയാണ്. എന്തായാലും ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നല്ലേ. അടിപൊളി. അപ്പോൾ നമ്മുടെ തേക്കടി വീഡിയോയുടെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോ കാണാം. ഷോപ്പിംഗ് ചിറ്റിലെ കാണാൻ സൈനിങ് ഓഫ്.